പിറ്റേന്ന് രാവിലെ 6:30 കമ്പനി ക്യാബിൽ ബിനീഷേട്ടൻ ജോലിക്ക് പോയി. ഏകദേശം 8 മണിയായപ്പോൾ കിരണും തൊട്ടു പിന്നാലെ റാമും കോളേജിലേക്ക് പുറപ്പെട്ടു. അയ്യപ്പൻ ടാങ്കിൽ ബസ് ഡിപ്പോയിലെത്തുമ്പോൾ 47 നമ്പർ ബസ് ഒരെണ്ണം പുറപ്പെടുവാനായി നിൽപ്പുണ്ടായിരുന്നു. അതിൽ കയറി ഗിണ്ടി സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി സബ്വേയിലൂടെ നടക്കുമ്പോൾ റാം ചുറ്റും നോക്കി. സബ്വേയിലും നിറയെ കച്ചവടക്കാരാണ്. പഴങ്ങളും പൂക്കളും ഇലക്ട്രോണിക് സാധനങ്ങളും വിൽക്കുന്നവരായിരുന്നു കൂടുതലും. സബ്വേ നേരെ ചെന്നെത്തുന്നത് രണ്ടിടങ്ങളിലേക്ക് പോകുവാനുള്ള വഴികളുടെ നടുവിലേക്കാണ്. ഒന്ന് റെയിൽവേയുടെ ഓവർബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തും മറ്റൊന്ന് ഗിണ്ടി മെട്രോയുടെ ഓവർബ്രിഡ്ജ് ആരംഭിക്കുന്നിടത്തേക്കും. ഓവർബ്രിഡ്ജിനടിയിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. നുങ്കമ്പാക്കം പോകുവാനായി ചെന്നൈ ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ കാരണമെന്ന് ഒരാളോട് ചോദിച്ച് അവൻ മനസ്സിലാക്കി. 15 മിനിറ്റ് കൂടുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 ആ വഴിയിലെ ട്രെയിൻ ഉണ്ടെന്നും അയാൾ പറഞ്ഞു. 5 രൂപയുടെ ടിക്കറ്റും എടുത്ത് ഓവർബ്രിഡ്ജ് കയറി അവൻ പ്ലാറ്റ്ഫോം നമ്പർ 2 ആ സമയത്ത് ഒരു ട്രെയിൻ കൃത്യമായി വന്നു നിൽക്കുകയും ചെയ്തു. ഒരാളോട് കൂടി ചോദിച്ച് കൃത്യത വരുത്തിയ ശേഷം ആ ട്രെയിനിൽ അവൻ കയറി പറ്റി. രാവിലെ ആളുകൾ ജോലിക്കും മറ്റും പോകുന്ന സമയമായിരുന്നതിനാൽ ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കാതെ ഗൗരവം നിറഞ്ഞ മുഖഭാവമായി നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഭൂരിഭാഗം പേരും കാതിൽ ഹെഡ്സെറ്റ് തിരികെ വെച്ചിരിക്കുന്നു. അവരിൽ നിന്ന് തനിക്കൊന്നും നേടുവാനില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരും ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരികെ ഒരു തമിഴ് പാട്ടിട്ടു. ഓരോ സ്റ്റേഷനുകളും താണ്ടി ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹെഡ്സെറ്റിൽ പാട്ടും കേട്ട് കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുമ്പോഴാണ് റാമിന്റെ പിന്നിൽ നിന്നും ആരോ തോളിൽ തട്ടിയത്. അവൻ നോക്കുമ്പോഴുണ്ട് ഒരു സ്ത്രീ മുല്ലപ്പൂവൊക്കെ വെച്ച് നിൽക്കുന്നു. കടും ചുവന്ന നിറത്തിൽ ചുണ്ടിൽ ചായവും തേച്ചിരിക്കുന്നു. അവൻ സംശയത്തോടെ ഹെഡ്സെറ്റ് ഒരു കാതിൽ നിന്നും ഊരി എടുത്തു. അറുവാണി അവർ വിളിച്ചു. നാട്ടിൽ സ്ത്രീകൾ തമ്മിൽ വഴക്കിടുമ്പോൾ തെറിയുടെ കൂട്ടത്തിൽ ഈ പേര് വിളിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ റാം പലതവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഒരു കാരണവുമില്ലാതെ തന്നെ തെറി പറയുകയാണെന്ന് കരുതി അവൻ അല്പം കൂടി മുന്നിലേക്ക് മാറി നിന്നു. ഹേ അറുവാണി! അവർ വിടാൻ മട്ടില്ലാത്ത തരത്തിൽ വീണ്ടും അവന്റെ തോളിൽ തട്ടി. ഞാൻ അറുവാണിയല്ല എന്ന തരത്തിൽ തല കുലുക്കിയിട്ട് അവൻ വീണ്ടും മുന്നോട്ട് കയറി നിന്നു. ഞാനൊരു അറുവാണി കാശുതാ കണ്ണ, അവർ പറഞ്ഞു. ഇതെന്ത് കൂത്ത്, സ്വയം തെറി പറയുന്നു, അതും കാശ് കിട്ടാൻ റാം മനസ്സിലോർത്തു. കണ്ണ, നീ റൊമ്പ അളവാ ഇருக்கு, ഉൻ താടി എനിക്ക് റൊമ്പ പിടിച്ചുപോയി. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവന്റെ താടിയിൽ വിരൽ കടത്തിയ ശേഷം കയ്യിലെ മസിലുള്ള ഭാഗത്ത് അമർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ താൻ പരിഹാസമാവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ റാം ഷർട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ബസ്സിലെയും ട്രെയിനിലെയും ടിക്കറ്റ് എടുത്തതിന് മിച്ചമുണ്ടായിരുന്ന 20 രൂപയുടെ നോട്ട് അവൻ കാണിച്ചു. ഉടൻ അവരത് വാങ്ങി ബ്ലൗസിനുള്ളിൽ വെച്ചിട്ട് ഇരുകൈയും നെറുകയിൽ വെച്ച് അനുഗ്രഹിച്ച് അടുത്തയാളുടെ അരികിലേക്ക് പോയി. മലയാളിയാണോ? അടുത്ത് കൈപ്പിടി തൂങ്ങി നിന്നിരുന്ന ഒരു ചേട്ടൻ അവനോട് ചോദിച്ചു. അതെ, അറുവാണി എന്ന് വെച്ചാൽ ഹിജടകൾ എന്നാണ് അർത്ഥം. അവർ അങ്ങനെയൊക്കെ പറയും. എന്ന് വെച്ച് നമ്മൾ കാശൊന്നും കൊടുക്കാൻ നിൽക്കരുത്, എല്ലാം ഫ്രോഡുകളാണ്. മോനിവിടെ പുതിയതാണോ? അതെ ചേട്ടാ, ഞാൻ ആദ്യമായാണ് ഇങ്ങനെയുള്ളവരെ ഇത്ര അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. പിന്നെ ഇപ്പോൾ വന്ന പെണ്ണിനെ കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. ചിലരെ കണ്ടാൽ 9 തോന്നില്ല. ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഭിക്ഷക്കാരും ഇതുപോലെയുള്ള അറുവാണികളുമാണുള്ളത്. അങ്ങോട്ട് നോക്ക്. ടി നഗർ സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നതിനിടയിൽ അയാൾ ഒരു ബെഞ്ചിലേക്ക് കൈ ചൂണ്ടി. അവിടെ ആണുങ്ങൾ പെൺവേഷം കെട്ടിയതുപോലുള്ള കുറച്ചു പേർ ചിരിയും കളിയുമായി സല്ലപിച്ചിരിക്കുന്നു. കണ്ടോ, ഇതുപോലെ ഓരോ സ്റ്റേഷനിലും ഉണ്ടാകും ഇവരുടെ കൂട്ടക്കാർ. ഇനി ഇങ്ങനെയുള്ളവർ വരുമ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഞാൻ ദേ ഇവിടെ ഇറങ്ങുക. അയാൾ ഉപദേശവും നൽകി നടന്നകന്നു. 1 മിനിറ്റ് നിർത്തിയിട്ടതിനു ശേഷം ട്രെയിൻ വീണ്ടും നീങ്ങി തുടങ്ങി. റാം ഒരിക്കൽ കൂടി ആ ബെഞ്ചിലിരിക്കുന്ന അറുവാണികളെന്ന് സ്വയം വിളിക്കുന്നവരെ നോക്കി. തിരക്കിനിടയിലും അവർ അവരുടേതായ ലോകം തീർത്തിരിക്കുന്നു. ആ ലോകത്തിൽ അവരുടെ കളിച്ചിരികളും സന്തോഷങ്ങളുടെ നിമിഷങ്ങളും മാത്രം. ഒടുവിൽ നുങ്കമ്പാക്കത്ത് ട്രെയിൻ ഇറങ്ങി അതിവേഗത്തിൽ നടന്ന് കോളേജിലെത്തിയപ്പോഴേക്കും സമയം 9:30 അടുത്തിരുന്നു. മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ ഓടിക്കയറുന്ന സമയത്ത് റിസപ്ഷൻ ഇരിക്കുന്ന പെണ്ണ് പുരുകം ചൊളിച്ച് അവനെ നിന്ന് നോക്കി. ഈ സാധനത്തിന് രാവിലെ ആദ്യമായി ഒരാളെ കണ്ടാൽ ഒന്ന് ചിരിച്ചൂടെ? സ്വയം പിറുപിറുത്തുകൊണ്ട് 3ാം നിരയിലെ തന്റെ ക്ലാസ് ലക്ഷ്യമാക്കി അവൻ ഓടി. അവൻ ക്ലാസ്സിലെത്തി പിന്നിലെ സീറ്റിലേക്ക് ഇരുന്നതും ശിവസാർ ക്ലാസ്സിലേക്ക് കയറി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. വാട്ട് എ ടൈമിംഗ് മച്ച, വെട്രി പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു നല്ല ഫിലിം മേക്കറിന് ബേസിക്കായി വേണ്ടത് കൃത്യമായ സമയനിഷ്ഠയാണ്. അത് നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആണ്. സാർ അത് പറയുമ്പോൾ റാം തന്റെ കിതപ്പ് ഒരു വിധത്തിൽ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് തലേന്നത്തെ പോലെ ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങിയ റാമിനെ വെട്രിയും രേഷ്മയും ചേർന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേത് ഹോട്ടലാ? കോളേജിന്റെ അങ്ങേ തെരുവ് ജയലളിതയുടെ പടം വെച്ച ഒരു കെട്ടിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് റാം ചോദിച്ചു. ഇതാണ് അമ്മ ഉണവകം. രാവിലെ 7 മണി മുതൽ 10 വരെ 1 രൂപയ്ക്ക് ഇഡലി, 5 രൂപയ്ക്ക് പൊങ്കൽ, സാമ്പാർ സാദം, ലെമൺ റൈസ്, കറിവേപ്പില സാദം, തൈർ സാദം എന്നിവയും വൈകിട്ട് 6 മുതൽ രാത്രി 9 മണി വരെ 3 രൂപയ്ക്ക് 2 വീതം ചപ്പാത്തിയും പരിപ്പ് കറിയും കിട്ടും. രേഷ്മ ഒരു ടൂർ ഗൈഡിനെ പോലെ പറഞ്ഞു.
തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ആ സംരംഭത്തെപ്പറ്റി പണ്ടെങ്ങോ പത്രത്തിൽ വായിച്ചതായി റാം ഓർത്തു. ഒരു വലിയ ഹാൾ പോലെ തോന്നിച്ച ഭക്ഷണശാലയിലേക്ക് കയറുമ്പോൾ കോളേജിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കുറെ പേർക്ക് ഒന്നിച്ചു നിന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ വൃത്തത്തിലുള്ള സ്റ്റീൽ ടേബിളിന് ചുറ്റും കുറെ ആളുകൾ നിന്ന് കഴിക്കുകയും മറ്റു ചിലർ ഭിത്തിയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന സ്ലാബുകളിൽ ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റാം നോക്കുമ്പോൾ റിസപ്ഷനിലെ പെണ്ണ് ആരൊക്കെയോ ആയി തല്ലുപിടിച്ച് ഇടയ്ക്ക് കയറി തൈര് സ്വാദം വാങ്ങി വരുന്നത് കണ്ടു. മൂദേവി രേഷ്മ അവളെ കണ്ടതും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, മച്ച ഇന്ന. വെട്ടൊരു വശത്തു നിന്നും സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് റാമിനും രേഷ്മയ്ക്കും കൊടുത്തു. മൂവരും 20ഓളം ആളുകൾ വരുന്ന നീണ്ട ക്യൂവിന് പിന്നിലായി ചെന്ന് നിന്നു. എന്താ ഞാനിപ്പോൾ കഴിക്കുക? റാം സ്വയം ചോദിച്ചു. മച്ച, നീ തേവടിയാ കഴിക്കുക. തേവടിയാറോ? അതെന്താ സാധനമാ? അതൊരു സൂപ്പർ സാധനമാണ് മച്ച. ബിരിയാണി പോലെ ഇരിക്കും. 5 രൂപയേ ഉള്ളൂ. ആ വിളമ്പാൻ നിൽക്കുന്ന അക്കയോട് ചോദിച്ചാൽ മതി, ചൂടോടെ കിട്ടും. റാം ചോദിക്കല്ലേ, നല്ല അടി കിട്ടും. രേഷ്മി വെട്ടിയുടെ കയ്യിൽ നുള്ളിയിട്ട് അടക്കം പറയും പോലെ അതിന്റെ അർത്ഥം റാമിന് പറഞ്ഞു കൊടുത്തു. ഫാ പട്ടി. റാം സ്റ്റീൽ പാത്രം കൊണ്ട് വെട്ടിയുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തു. നാടകത്തിന് സിമ്പിൾ അടിക്കും പോലെ ഒരു ശബ്ദം ആ ഹാളിലായി മുഴുവൻ കേട്ടു. പാത്രം അടിച്ച് ചുളുക്കിയാൽ 50 രൂപ വാങ്ങിക്കും കേട്ടല്ലോ, വിളമ്പാൻ നിന്നിരുന്ന അക്ക വിളിച്ചു പറഞ്ഞു. അത് കേട്ടതിനു ശേഷം അവർ മൂന്നും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല. പൂച്ചക്കുട്ടികളെ പോലെ ഭക്ഷണവും കഴിച്ച് പെട്ടെന്ന് തന്നെ അവർ വെളിയിലേക്ക് ഇറങ്ങി. ആദ്യമായാണ് റാം കോളേജിനരികിലെ തെരുവിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചുറ്റുപാട് സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. 3 സ്ഥലം കിട്ടിയാൽ അവിടെ ഒരു കട തുടങ്ങാൻ കഴിയും. അത്രയും കടകളുണ്ട് നുങ്കമ്പാക്കം തെരുവിൽ. അതിനിടയിൽ ഹിന്ദുദേവങ്ങളുടെ പ്രതിഷ്ഠകളും അനവധി. റോഡിന്റെ വശങ്ങളിൽ മുഴുവൻ കുറെ കല്യാണങ്ങളുടെയും ബർത്ത്ഡേകളുടെയും ഫ്ലെക്സുകൾ. അതും ഓരോ ഫ്ലെക്സിലും കല്യാണ ചെറുക്കന്റെയോ കല്യാണ പെണ്ണിന്റെയോ ഫോട്ടോയ്ക്കൊപ്പം കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും തലവരുടെ ഫോട്ടോകൾ നിരത്തി വച്ചിരിക്കുന്നു. ഒരു ഫ്ലെക്സ് ഏതറ്റം വരെയും ഉപയോഗിക്കാമോ അത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അല്പസമയം അവിടെയൊക്കെ ചുറ്റി നടന്ന ശേഷം മൂവരും കോളേജിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വെട്ടി ബൈക്കെടുത്ത് വരുന്നതും കാത്ത് റാം കോളേജിന് മുന്നിൽ നിൽക്കുമ്പോൾ റിസപ്ഷനിലെ പെണ്ണ് പൂമാലയൊക്കെയിട്ട ഒരു പഴഞ്ചൻ ലൂണ സ്കൂട്ടറിൽ പാഞ്ഞു പോകുന്നത് കണ്ടു. അവളുടെ പോക്ക് കണ്ടപ്പോൾ ചാവാൻ കിടക്കുന്ന ആർക്കോ വെള്ളം കൊടുക്കാൻ പോകുന്നത് പോലെ അവന് തോന്നി. മച്ച, നീ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പോയാൽ മതി. കിടലിന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, ബൈക്കുമായി വന്ന് വെട്ടി പറഞ്ഞു. ബോയ്സ്, ഞാനും കൊണ്ട് വാ, പോകാം. തൊട്ടു പിന്നാലെ രേഷ്മ അവളുടെ നീല ഫസിന സ്കൂട്ടറുമായി വന്നെത്തി. എന്നെ പെട്ടെന്ന് വിട്ടേക്കണേ, വന്ന് 2ാം ദിവസം തന്നെ കറങ്ങാൻ തുടങ്ങിയാൽ ഫ്ലാറ്റിലെ ചേട്ടന് വല്ലതും പറയും, റാം പറഞ്ഞു. റാം, നീ അയ്യപ്പൻ താങ്ങലിലെ താമസം? എനിക്ക് കുറച്ചു കഴിഞ്ഞ് പൂനമല്ലി വരെ പോകേണ്ടതുണ്ട്. വെട്ടിയുടെ താമസ സ്ഥലത്ത് പോയിട്ട് പൂനമല്ലി പോകും വഴിക്ക് നിന്നെ ഞാൻ അയ്യപ്പൻ താങ്ങലിൽ ഡ്രോപ്പ് ചെയ്യാം, പോരെ? രേഷ്മ പറഞ്ഞത് കേട്ടതും റാം പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ വെട്ടിയുടെ ബൈക്കിന് പിന്നിലേക്ക് ചാടിക്കയറി. ഗിണ്ടിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കത്തിപ്പാറ എന്ന പേരുള്ള ബ്രിഡ്ജിന്റെ തുടക്കത്തിൽ നിന്നും ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു വഴിയിലേക്ക് വെട്ടി ബൈക്ക് ഓടിച്ചു കയറ്റി. തിങ്ങി നിറഞ്ഞ വീടുകൾ, തെരുവിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയും ചേച്ചിമാർ താടിക്ക് കൈയും കൊടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞരമ്പുകൾ പോലെ പിണഞ്ഞു കിടക്കുന്ന ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഗേറ്റിന് മുന്നിലായി അവർ നിന്നു. റാം ബൈക്കിൽ നിന്നും ഇറങ്ങിയതും ഗേറ്റിന് വെളിയിൽ ഭംഗിയിൽ വരച്ച ഒരു കോലമാണ് ആദ്യം കണ്ടത്. മതിൽക്കെട്ടിനുള്ളിൽ ചെറിയ മുറ്റുമൊക്കെയുള്ള ഒരു പഴയ 2 നില വീട്. മുറ്റത്ത് പടർന്നു പന്തലിച്ച ഒരു ആര്യവേപ്പും നിറയെ പലയിനത്തിൽപ്പെട്ട അലങ്കാര ചെടികളും ഉണ്ടായിരുന്നു. വീട് 2 നിലയാണെങ്കിലും താഴെയും മുകളിലുമായി 2 വീതം മുറികൾ മാത്രമായിരുന്നു ആ വീടിനുണ്ടായിരുന്നത്. 2ാം നിലയ്ക്ക് മുകളിലുള്ള ടെറസിലായി ഒരു കറുത്ത വാട്ടർ ടാങ്കും കയറ്റി വെച്ചിട്ടുണ്ട്. വാട്ടർ ടാങ്കിൽ റാമിന്റെ കണ്ണുകൾ ഒരു നിമിഷം ഉടക്കി നിന്നു. അതിനുള്ളിൽ കയറി നിന്ന് ഒരാൾ ടാങ്ക് വൃത്തിയാക്കുന്നു. കോളേജ് റിസപ്ഷനിലിരിക്കുന്ന അതേ പെണ്ണ്, മുടി ഉച്ചിയിൽ കെട്ടിവെച്ച് ഒരു പഴഞ്ചൻ ചെക്ക് ഷർട്ട് വേഷം, മുഖത്താകെ അഴുക്കും പുരണ്ടിരുന്നു. റാം അവളെ നോക്കുന്നത് കണ്ട് ഒരു നിമിഷം അവളും അവനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് യാതൊരുവിധ ഭാവവ്യത്യാസമില്ലാതെ തന്റെ ജോലി തുടർന്നു.